പ്രേതങ്ങൾ എന്നത് ഒരു വ്യക്തിക്കുള്ളിലെ വ്യക്തിയാണ്, അതായത് ഒരു വ്യക്തിയുടെ ആത്മാവ്. പുരാതന സംസ്കാരങ്ങളിൽ ഒരു വ്യക്തിയുടെ ശ്വാസം എന്ന നിലയിലും ഇത് ഏറ്റവും ശ്രദ്ധേയമാണ്. തണുത്ത കാലാവസ്ഥയിൽ ശ്വസിക്കുന്ന വെളുത്ത മൂടൽമഞ്ഞ് പോലെ ദൃശ്യമാകും. ഈ പ്രേതങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായ വിശ്വാസം അവ മൂടൽമഞ്ഞുള്ളതോ വായു സഞ്ചാരമുള്ളതോ സൂക്ഷ്മമായതോ ആയ വസ്തുക്കളാൽ നിർമ്മിതമാണ് എന്നാണ്. എങ്ങനെയായാലും പ്രേതങ്ങളിലുള്ള വിശ്വാസം ലോകമെമ്പാടുമുള്ള എല്ലാ സംസ്കാരങ്ങളിലും കാണപ്പെടും. ആ വിശ്വാസം എല്ലാവരിലും ഒരു ഭയത്തിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുക. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നതും നമ്മുടെ സബ്സ്ക്രൈബറായ അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരിക്കലും മറക്കാനാകാത്ത ഒരു അമാനുഷികമായ സംഭവം. അഭിമന്യു ചെറുപ്പം മുതലേ പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ലാത്ത വ്യക്തിയാണ്. അഭിമന്യു US-ലാണ് ജോലി ചെയ്യുന്നത്. 2024 മാർച്ച് മാസം ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മിയാമിയിലേക്ക് പോയി. ജോലിക്ക് കയറുന്നതിന് മുൻപായി ഒരു റിഫ്രഷ്മെന്റ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിനായി 5 ദിവസം അഭിമന്യുവിന് മിയാമിയിലെ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു. അതൊരു പുതിയ സ്ഥലമായതുകൊണ്ടും കാലാവസ്ഥ വളരെ നല്ലതായതുകൊണ്ടും ക്ലാസ്സിന് ശേഷം ദിവസവും വൈകുന്നേരങ്ങളിൽ അവിടുത്തെ സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ പോകുന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെ ആ കോഴ്സിന്റെ 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം ഇന്ന് ടാക്സി വേണ്ട, അത്യാവശ്യം നേരിയ തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് റോഡിലൂടെ കുറച്ചു ദൂരം നടക്കാം എന്ന് അവൻ ചിന്തിച്ചു. മിയാമിയെക്കുറിച്ച് പറയണമെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അയാൾ താമസിക്കുന്ന ഹോട്ടലിന് മുൻപായി ഒരു ചെറിയ റോഡുണ്ട്. കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ്സും അവിടെയായി കുറച്ച് വീടുകളും. ഇടത് സൈഡിൽ മുന്നിലായി ഒരു പാർക്കുമുണ്ട്. അന്നത്തെ ദിവസം രാത്രി ഒരു 10-15 ആയിട്ടുണ്ടാകും. രാത്രി ആയതിനാൽ ആ റോഡും പരിസരവും തീർത്തും വിജനമാണ്. അങ്ങനെ കുറച്ചു ദൂരം നടന്ന് മുന്നോട്ട് പോയപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ചെറിയ വീട് കണ്ടു. എന്നാൽ അവിടെ യാതൊരു തരത്തിലുള്ള വെളിച്ചവും ഉണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ കണ്ട വീടുകളിലെല്ലാം ഒരു ചെറിയ ബൾബെങ്കിലും കത്തുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. കുറച്ച് നിമിഷം അവൻ ആ വീടിനെ തന്നെ നോക്കി നിന്നു. ആൾതാമസം ഇല്ലാത്ത വീടാണ് എന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റു വീടുകളെ പോലെ പരിസരവും സിറ്റ് ഔട്ടും ഒന്നും അത്ര വൃത്തിയായിരുന്നില്ല. അങ്ങനെ നോക്കി നിന്ന് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മുന്നോട്ട് നടക്കാം എന്ന് കരുതിയപ്പോൾ പെട്ടെന്ന് ഒരു വിളി, ആരോ വിളിക്കുന്നത് പോലെ. അഭിമന്യു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ ആരെയും അവൻ അവിടെ കണ്ടില്ല. ഒരു പക്ഷേ തനിക്ക് തോന്നിയതായിരിക്കാം എന്ന് കരുതി, എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി വീണ്ടും നടക്കാനൊരുങ്ങി. ഇത്തവണയും ആ വിളി അവൻ ശരിക്കും കേട്ടു. അതുവരെയും ഇല്ലാതിരുന്ന ഒരു ഭയം അഭിമന്യുവിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ വരാൻ തുടങ്ങി. ആരാണത്? അവൻ വളരെ ഭയത്തോടുകൂടി ചുറ്റും നോക്കി. പക്ഷെ ആരെയും കാണുന്നില്ല. ഒരു പക്ഷേ ആ വീടിനകത്ത് നിന്നാണോ ആ ശബ്ദം? എന്നാൽ ആ വീട്ടിൽ ആൾതാമസമുള്ളതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. പരിസരവും തീർത്തും വിജനമാണ്. ഭയത്തിൽ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. രാത്രി ഒറ്റയ്ക്ക് പരിചയമില്ലാത്ത നാട്ടിൽ നടക്കാനിറങ്ങിയത് മണ്ടത്തരമായി പോയി എന്ന് പോലും അവന് തോന്നി. ഇനി എന്തായാലും മുന്നോട്ട് പോകണ്ട, തിരികെ ഹോട്ടലിലേക്ക് തന്നെ പോകാം എന്ന് വിചാരിച്ച് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും ആ വീട് കഴിഞ്ഞു വേണം അവന് പോകാൻ. ഇപ്പോ ആ വീട്ടിലേക്ക് നോക്കാൻ തന്നെ അവന് വല്ലാത്ത ഭയമായിരുന്നു. അവൻ വന്ന ആ വഴിയിലേക്ക് നോക്കുമ്പോൾ പോലും വല്ലാത്തൊരു ഭയം. എങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ മുന്നോട്ട് നടന്നു. പക്ഷെ ഇപ്പോ അവൻ ശരിക്കും ഞെട്ടിവിറച്ചു. കാരണം അവൻ നടക്കുമ്പോൾ പിന്നിൽ അവനോടൊപ്പം ആരോ നടക്കുന്ന ശബ്ദം അവന് കേൾക്കാൻ കഴിഞ്ഞു. ആരെങ്കിലും റോഡിലൂടെ വരുന്നുണ്ടോ എന്നറിയാനായി വീണ്ടും അവൻ തിരിഞ്ഞു നോക്കി. പക്ഷെ ചുറ്റും
ആരും തന്നെ ഇല്ല. ഭയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ആ തണുപ്പിലും അഭിമന്യു വല്ലാതെ വിയർക്കാൻ തുടങ്ങി. എങ്ങനെയും ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയാൽ മതിയെന്ന ഒറ്റ ചിന്ത മാത്രമായി. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നവന് തോന്നിപ്പോയി. ഫോണിൽ ആരെങ്കിലും ബന്ധപ്പെടാം എന്ന് വിചാരിച്ചാലും പുതിയ സ്ഥലമാണ്, ആളുകളെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഓടിയാലോ എന്ന് പോലും അവൻ ഓർത്തുപോയി. പക്ഷേ വേണ്ട, ഇനി എന്തായാലും തിരിഞ്ഞു നോക്കാതെ വളരെ വേഗത്തിൽ നടക്കാം. അങ്ങനെ അവൻ വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പക്ഷേ അഭിമന്യു നടക്കുന്തോറും പുറകിലെ കാലൊച്ച ശരിക്കും അവന് കേൾക്കാൻ തുടങ്ങി. അവയുടെ മുഴക്കം കൂടുന്നത് പോലെ. ഇത്രയും സമയം ഭയമുണ്ടായിരുന്നെങ്കിലും തൻ്റെ തോന്നലായിരിക്കാം ഇതൊന്നൊക്കെ കരുതി സ്വയം ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം സത്യമാണ് എന്ന് മനസ്സ് പറയാൻ തുടങ്ങി. വാക്കുകൾ കൊണ്ട് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ മാറി. അവന്റെ പുറകെ വന്നുകൊണ്ടിരുന്ന ആ ശബ്ദം ബൂട്ടുകൾ ഉപയോഗിച്ച് തറയിൽ നട ചവിട്ടുന്ന ശബ്ദമായിരുന്നു. ഇപ്പോൾ അഭിമന്യുവിന് ഓടാതിരിക്കാൻ സാധിച്ചില്ല. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയിൽ ഓടാനായി ശ്രമിച്ച ആ നിമിഷം സംഭവിച്ചത് അത്രയേറെ തണുപ്പുള്ള ഒരു കൈ, ഏതോ ഒരു വ്യക്തിയുടെ കൈ, അത് അവന്റെ ചുമലിൽ പതിച്ചു. ആ സെക്കൻഡ് തന്നെ അവന്റെ തോളിൽ വല്ലാത്ത ഭാരവും അനുഭവപ്പെട്ടു. ഓടാനായി ശ്രമിച്ച അവന് ഓടാൻ പോയിട്ട് ഒന്നനങ്ങാൻ പോലും സാധിച്ചില്ല. കാലുകൾക്ക് ചലിക്കാനാകാത്ത അവസ്ഥ. തിരിഞ്ഞു നോക്കാൻ പോലും അവന് ധൈര്യമില്ലായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലായതേയില്ല. അപ്പോഴാണ് റോഡിലൂടെ ഒരു ടാക്സി വരുന്നത് കണ്ടത്. ഇത്രയും സമയം ഇരുട്ട് മൂടിയ കണ്ണുകൾക്ക് ഇപ്പോ ഒരു പ്രകാശം വന്നതുപോലെ തോന്നി. അവൻ സർവശക്തിയും സംഭരിച്ച് ആ കാറിനടുത്തേക്ക് ഓടാനായി ശ്രമിച്ചു. അതുവരെയും ഭയത്താൽ അനങ്ങാൻ പോലും കഴിയാതിരുന്ന ആ സമയം ആ കാർ കണ്ടപ്പോൾ ഒരു സഹായം ലഭിച്ചെങ്കിലോ എന്ന പ്രതീക്ഷയിൽ സർവശക്തിയും സംഭരിച്ച് അവൻ ആ കാറിനെ ലക്ഷ്യമാക്കി ഓടി. ഉടനെ ആ കാറിന് കൈ കാണിച്ചു. ഭാഗ്യവശാൽ ഡ്രൈവർ കാർ നിർത്തി. വല്ലാത്ത ഭയത്തിൽ വിറച്ചുകൊണ്ട് നിന്ന അഭിമന്യുവിന്റെ മുഖഭാവം കണ്ട് ആ ഡ്രൈവർ അവനോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ സൺ? എന്നാൽ അവനൊന്നും പറയാൻ സാധിച്ചില്ല. വായിൽ വാക്കുകൾ ഒന്നും തന്നെ വന്നില്ല. എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒരുവിധം തനിക്ക് എത്തേണ്ട ഹോട്ടലിന്റെ പേര് ഡ്രൈവറോട് പറഞ്ഞു. ഓക്കെ, ഗെറ്റ് ഓൺ എന്ന് അയാളും പറഞ്ഞു. അഭിമന്യു നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആ കാറിൽ വളരെ വേഗത്തിൽ കയറി. ഒരുപക്ഷെ അഭിമന്യുവിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടാകണം അദ്ദേഹം കാറിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് അവന് കുടിക്കാനായി നൽകി. കൂടെ തന്നെ ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം എന്നും ചോദിച്ചു. കാർ മുന്നോട്ടെടുത്തപ്പോൾ അഭിമന്യു വളരെ ഭയത്തോടു കൂടി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എസ് എന്ന് പറഞ്ഞു. എന്തോ മനസ്സിലായിട്ടെന്ന വണ്ണം ആ ഡ്രൈവർ വീണ്ടും അഭിമന്യുവിനോട് പറഞ്ഞു, ഒരു ഉപദേശം മാത്രം, യുഎസിലെ ചില തെരുവുകളിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കരുത്. അത് പല തരത്തിൽ അപകടത്തെ ക്ഷണിച്ചു വരുത്തും. സംടൈംസ് thieves or sometimes spirits. അദ്ദേഹം അവസാനം പറഞ്ഞ ആ വാക്ക് കേട്ട് അഭിമന്യുവിന് വീണ്ടും ഞെട്ടലുണ്ടാക്കി. സ്പിരിറ്റ്. അഭിമന്യു അദ്ദേഹത്തെ ഒരു ചോദ്യഭാവത്തിൽ വീണ്ടും നോക്കി. അതെ മകനെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അത് പുറത്തുള്ളവർക്ക് അജ്ഞാതമാണ്. പിന്നീട് അഭിമന്യുവിന് ഒന്നും ചോദിക്കാനായില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവനെ ഹോട്ടലിൽ എത്തിച്ചു. വളരെ നന്ദിയോടുകൂടി അവൻ യാത്രാക്കൂലി നൽകി. അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞു. ഒരു പുഞ്ചിരിയോടുകൂടി സീ യു സൺ എന്ന് ഡ്രൈവർ പറഞ്ഞു. അതുപോലെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇന്നും ഒരു ഞെട്ടലോടെ അല്ലാതെ അഭിമന്യുവിന് ആ രാത്രി ഓർക്കാൻ കഴിയില്ല. ഈ സംഭവത്തിന് ശേഷം ചില രാത്രികളിൽ അവൻ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കാൻ തുടങ്ങി. പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം ആ വീടും തണുത്തുറഞ്ഞ ശരീരവുമുള്ള വെള്ളയും റോസ് പൂക്കൾ ഡിസൈനുമുള്ള വസ്ത്രം ധരിച്ച ഒരു പ്രായമേറിയ സ്ത്രീയുടെ രൂപമായിരുന്നു അവൻ കണ്ടത്. അതായിരുന്നു ആ സ്വപ്നങ്ങളിലെല്ലാം അവൻ കണ്ടത്. ഒരിക്കലും ഇതവന്റെ തോന്നലേ അല്ലായിരുന്നു. അത് അവന് നല്ല ഉറപ്പാണ്. കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിനു മുൻപ് ഇങ്ങനൊരു അനുഭവം അവൻ ഉണ്ടായിട്ടേയില്ല. ഇതുപോലെ പറഞ്ഞു കേട്ടതും നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമായ അനുഭവങ്ങൾ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ
അത് ഇപ്പോൾ കാണുന്ന ഈ മെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്യുക. ആവശ്യത്തിന് ലെങ്തും കേൾക്കാൻ ഇൻട്രസ്റ്റിംഗും ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ അറിഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറുടെ അനുഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.